രണ്ട് സൈഡിലോട്ട് നിൽക്കുവോ? അനീഷ് അനീഷ് അനീഷേ, എടാ അവരിപ്പുറത്തോട്ട് നിൽക്ക്. ബ്രോ ബ്രോ കുറച്ച് ഈ സൈഡിലോട്ട് നിൽക്ക്. അതിൽ കവർ ബ്രോ, ഈ സൈഡിലോട്ട് കവർ ചെയ്ത് നിൽക്ക്, അല്ലേ ഇറങ്ങുന്ന കിട്ടത്തില്ല. ചേട്ടാ ചേട്ടാ ചേട്ടാ, എടാ അവരോട് ഇത്തിരി ഇങ്ങോട്ട് നീക്കാന്ന് പറഞ്ഞ ബാക്കിലോട്ട്. ബ്രോ ആ രണ്ടുപേരും കൂടെ ഒന്ന് കുറച്ച്. ചേട്ടാ എടാ ഫ്രണ്ടിൽ നിന്ന് മാറി ബ്രോ. ബ്രോ 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 ഒന്ന് മാറാൻ. അനീഷ് 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 ബ്രോ 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 അനീഷേ, ചേട്ടൻ മാറേട്ടാ. എടാ ഒന്നിച്ചു വരുമോ? ഒന്നിച്ചു ഒന്നിച്ചു അത് നിരന്നു, അത് നല്ലത്. എവിടെയായിരുന്നു പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ.
शुक्रिया. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഫൺ ആയിട്ടുള്ളൊരു ഈസി ലൈറ്റ് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. ബട്ട് ഈ ഒരു ട്രെയിലർ മാത്രമല്ല, നമ്മുടെ മൂവിയിൽ ഒരു അടിപൊളി ഒരു റൊമാൻറ്റിക് സോങ് കൂടിയുണ്ട്. സോ ലെറ്റ്സ് വാച്ച് ദാറ്റ് ഓൾസോ. കോഴിക്കോട് ഒരു ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വരാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാനും ബിബിനും കോഴിക്കോടാണ്. ഞാൻ പയ്യോളിയാണ്. ചിലപ്പോൾ പയ്യോളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ വരാൻ
ഏകദേശം ഒരു 7ഓളം പാട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 റിലീസ് ചെയ്തു. ഇപ്പോൾ മൂന്നാമത്തെ ഇപ്പോൾ ഒരു അരമണിക്കൂറിന് റിലീസ് ചെയ്തു. ഇനിയും പാട്ടുകൾ വരാനുണ്ട്. പടം 8-ാം തീയതി റിലീസാണ്, ഓഗസ്റ്റ്. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. Thank you so much. And of course, സരിഗമയുടെ ഒഫീഷ്യൽസ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. കോഴിക്കോട് ഞാൻ ഒരു ഓഡിയോ ഫംഗ്ഷനായിട്ട് ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത്. ഇതിൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പടം മന്ദാകിനിയായിരുന്നു. അതിലെ ഒറ്റയപ്പം സോങ് വളരെ ഹിറ്റായിരുന്നു. പിന്നെ വിളിച്ച് ഈ പടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാട്ട് കാണാൻ പോവുകയും ഫസ്റ്റ് പാട്ട് ഓണം മൂടാണ് കേട്ടത്. അപ്പോൾ തന്നെ മൊത്തത്തിൽ മൂടായി. പിന്നെ അതിനുശേഷം വന്ന പാട്ട് സന്തോഷമായിരുന്നു. അത് ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെലഡി ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് ഞാൻ തന്നെ എടുത്തിരിക്കുന്നുള്ളത്. പിന്നെ ഒരു പാട്ട്, ഒരു റാപ്പ് സോങ് കേട്ടു. അതിന്ന് റിലീസായിട്ടുണ്ട്. ഇൻവാക്സിയാണ് പാടിയിരിക്കുന്നത്. ആൻഡ് ഒരു 4th സോങ്ങും വീണ്ടും ഒരു മെലഡി കേട്ടു. അത് ആര് പാടുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങളൊന്ന് ചോയ്സ് ഫിക്സ് ചെയ്തു. ചിന്മയാണ് പാടിയിരിക്കുന്നത്. നെക്സ്റ്റ് സോങ് ആയിരിക്കുന്നത് ചിന്മയാണ് പാടിയിരിക്കുന്ന പാട്ട്. അപ്പോൾ നെക്സ്റ്റ് സോങ് മിക്കവാറും ചിന്മ പാടിയ പാട്ടായിരിക്കും. ഇതിനായിട്ട് അസോസിയേറ്റ് 2ാമത്തെ സിനിമയാണ്. ഇനി എല്ലാ പടങ്ങളും ഞാനും ഇതിൽ തന്നെ എനിക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. നിരീഷിനെ ഇതുപോലെ മീറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട് അല്ലേ? നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മാത്രം പോരാതെ നമ്മുടെ സ്റ്റാർസ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. So it's time to welcome them onto the stage. Are you ready to welcome them? പോരാ, ശക്തി പോരാ. Are you ready, Kozhikode? All right, ladies and gentlemen, put your hands together as we welcome the one and only Ramzan onto the stage. Yes. And along with him, here we have the prettiest, beautiful, amazing actress. Here we have Gauri. And of course, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ശബരി ചേട്ടൻ. Let's give it up, guys. നിങ്ങളുടെ കൈയടി ഒന്നും നിലയ്ക്കാതിരിക്കട്ടെ. നിറഞ്ഞ കൈയടി ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. അതുപോലെ തന്നെ we have the amazing actor Bhagat Manuel. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. And ഫാമിലി മെമ്പേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജീവശേഖരൻ. We have Jiva, yes. Sachin, yes. നമ്മുടെ എല്ലാവരുടെയും one of the favorites, Sachin Chetan. And Tessa. Here we have beautiful actress Tessa. Along with her, I would like to welcome the talented Vasha. And also the most amazing Jayashree, Hari and Karthik onto the stage. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ entire cast and crewന് വേണ്ടിയിട്ട് Sahasam grand audio launch along with the cast and crew members of Sahasam movie. We have our director Bibin Krishna, the production house is Franjo, which is going to hit their theaters on August 8th. Here we have it. Yes. Ladies and gentlemen, this is Franjo Productions in association with Ginger Media Presents Sahasam Grand Audio Launch, sponsored by G-Tech Computer Education, supported by Page Homescore, directed by Bibin Krishna, and releasing on August 8th. All right, thank you so much. Okay. All right, everyone. അപ്പോൾ ഞാൻ ഇത് നാടുന്നത് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. I think റംസാൻ അല്ലേ? റംസാനിന്ന് തുടങ്ങിയാലോ? വേണോ വേണ്ടോ? എവിടെ? റംസാൻ ഫാൻസ്. ഓക്കെ, യെസ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം മലയാളം പടങ്ങൾ എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തതിനു ശേഷം ഒരു ത്രൂ ഔട്ട് മൂവി, ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിലൂടെയാണ് വരുന്നത്. റംസാൻ ഓൾറെഡി മൈക്ക് എടുത്തിട്ട് പറയാൻ തുടങ്ങിയായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ അന്ന് ആയിക്കോട്ടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഇത്. ബട്ട് ദ സ്റ്റേജ് ഇസ് ഓൾ യുവേഴ്സ് ആൻഡ് വി ആർ ലിസണിംഗ് ടു യു. പ്ലീസ് ഗോ അഹെഡ്. നമസ്കാരം കോഴിക്കോട്. സത്യമായിട്ട് ഞാനിവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു.
ഇതുപോലൊരു എന്താ പറയുക, ഞങ്ങൾക്കിത് വലിയൊരു പടമാണെങ്കിലും ഓഡിയൻസിന് സാധാരണ ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന പടമാണ്. റെസ്പോൺസ് കേട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ പടത്തിന് ഇത്രയും ആളുകളോട് കൂടുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്, റിയലി ഫ്രം മൈ ഹാർട്ട്. ആൻഡ് സാഹസം ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ്. ഡാൻസിന് കോഴിക്കോട് നിന്നും കാസർഗോഡും കണ്ണൂരിൽ നിന്നും കിട്ടിയ സ്നേഹമൊക്കെ എനിക്ക് പണ്ടേ അറിയാം. അതേ സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. Thank you very much. ഇനി അടുത്ത് നമുക്ക് let's pass the mic to ഗൗരി. നമസ്കാരം കോഴിക്കോട്. ഇല്ല പറഞ്ഞോളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കോഴിക്കോട് ഞാൻ ഒരു കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ എപ്പോൾ വന്നാലും ഭയങ്കര ഇവിടുത്തെ വാംത്ത് എനിക്ക് ഭയങ്കര എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും സാഹസത്തിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളെയൊക്കെ കാണാൻ. സോ താങ്ക് യു സോ മച്ച്. ഹായ്. സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി റിലീസാണ്. ഞങ്ങളുടെ എല്ലാ പാട്ടിനും അടിപൊളി റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു അടിപൊളി മൂവി ആയിരിക്കും. ഓണത്തിൻ്റെ ഒരു മൂഡ് പോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളിപ്പോൾ പാട്ട് കേട്ടു. ഇന്ന് 3ാമത്തെ പാട്ട് ഇറങ്ങി. വിപിൻ അശോകിൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇന്ന് ഓഡിയോ ലോഞ്ച് എന്നുള്ളൊരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. പടം കാണുക. ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയ സിനിമയാണ്. സോ ഒന്നും ആലോചിക്കേണ്ട. ടിക്കറ്റ് ബുക്ക് ചെയ്തൊന്ന് പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഇവിടെ സോങ് പ്ലേ ചെയ്തപ്പോൾ കവളത്ത് നല്ല ചുവന്ന കവളത്ത് നല്ല പാടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഈ കൂട്ടത്തിൽ ആരാ അടിയടിച്ചത്? അത് പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 8-ാം തീയതി പോയിട്ട് ഗൗരീൻ്റെ കവളിൽ ആരാണ് അടിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അമ്മാരി അടിയായി പോയി ആണല്ലേ? ഓക്കെ ഫൈൻ. ആരടിച്ചതാണെങ്കിലും ശരിക്കും അടിച്ചതാണോ? അത് അല്ല, അങ്ങനെ നമുക്ക് ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്ത സമയത്ത് അവർക്ക് ടാഗിലേക്ക് കിട്ടിയിട്ടോ ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. ഓക്കെ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് സിനിമ എന്നുള്ളൊരു ലിബർട്ടികൾ യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു സീക്വൻസിന് അങ്ങനെ കാണിക്കേണ്ടി വന്നു. പക്ഷെ അല്ലാതെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വളരെ ക്യൂട്ടായി ചെയ്തതിൽ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ആരും പേടിക്കണം. എനിവേസ് ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങൾ പോയിട്ട് പടം കണ്ടിട്ട് തീരുമാനിക്കാം ആ അടി ആരുടെ അടുത്താണ് കിട്ടിയത്. ഓക്കെ. സോ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ശബരീഷ് ചേട്ടൻ. കയ്യടി എവിടെ കോഴിക്കോട്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ മാക്സിമം ആൾക്കാർ വന്ന് നിന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫെജോയുടെ പെർഫോമൻസ് കാണാനാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഏത് മൂഡ്? ഫെജോയുടെ മൂഡ് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇവരെല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, വീണ്ടും ഇവിടെ എല്ലാവരും പറയും ഓഗസ്റ്റ് 8-ാം തീയതി പടം റിലീസാണ്. സാഹസം തിയേറ്ററിൽ നിങ്ങൾ കാണുക. ഒരു പുതിയ നായകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അത് റംസാൻ്റെ ഡാൻസ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. ഇനി അഭിനയം കാണുക. റൊമാൻസ് ചെറുതായിട്ട് കണ്ടു, അതിൽ കൂടുതൽ സിനിമയിലുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി നമുക്ക് തിയേറ്ററിൽ കണ്ടുകൂട്ടാം. ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് നിന്നതിൽ. നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ അടുത്ത ആളെ വിളിക്കാം. തീർച്ചയായിട്ടും ശബരീഷേട്ടൻ പറഞ്ഞ തന്നെ ഫെജോയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കോഴിക്കോട് വന്നിട്ട് ശബരീഷേട്ടനെ കൂടെ ഒരു പാട്ട് പഠിക്കേണ്ടി വിടരുത് എന്ന് ഇവർ ഓൾറെഡി എന്നോട് പറഞ്ഞു. ശബരീഷേട്ടാ ഇല്ലേ? യെസ് ഇല്ല എന്നാണല്ലോ കേട്ടത്. ഇല്ലേ മക്കളെ? യെസ് കണ്ടോ, ആ സുന്ദരികളായ കുട്ടികൾ ശബരീഷേട്ടാ പാടുമെന്ന് നിർബന്ധിക്കുന്നു. ഒരു നല്ല കോലത്തിലാണ്. എന്തായാലും സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇനി ആ മൈക്ക് നമുക്ക് ഭഗത്തേട്ടന് പാസ്
ചെയ്യാം. ബാത്തേട്ടാ, ആക്ച്വലി ബാത്തേട്ട സ്ക്രീനിൽ വരുന്ന കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാൾ കണ്ടില്ല, പിന്നെയും വന്നു. ഈ ഒരു മൂവിയിലൂടെ വീണ്ടും വന്നു എന്നൊക്കെ. ഓക്കെ, ഈ ഒരു മൂവിയിലൂടെ ഞങ്ങൾക്ക് ഒരു അടിപൊളി ക്യാരക്ടർ ഇട്ടൊന്ന് വി ആർ വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒന്ന്, ഞാനിപ്പോഴും ചെയ്യുന്നത് കൂട്ടുകാരനായിട്ടായിരിക്കും. ഇതിനകത്ത് കൂട്ടുകാരനല്ല. പക്ഷേ എനിക്കിതുവരെ കിട്ടിയ ക്യാരക്ടർ നല്ല ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി ബിബിൻ സാറല്ലേ നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊത്തിരി നന്ദിയുണ്ട്. ആദ്യം തന്നെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനൊക്കെ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സിനിമ 8-ാം തീയതി തിയേറ്ററിൽ ഒന്ന് കണ്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന സിനിമയാണ്, അത്രയും സന്തോഷിച്ച് ചെയ്തേക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായി ഈ ഒരു വ്യക്തി എപ്പോൾ സ്ക്രീനിൽ വന്നാലും മിനി സ്ക്രീനിൽ വന്നാലും നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടേ ഉള്ളൂ. എന്താ പറയുക, ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ആങ്കർ, ഞങ്ങളുടെയൊക്കെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ജീവ ചേട്ടാ, ഹലോ കാലിക്കറ്റ്. ഹലോ കാലിക്കറ്റ്. താങ്ക് യു. കാര്യം ഞാൻ എപ്പോൾ കാലിക്കറ്റ് വന്ന ഹലോ കാലിക്കറ്റ് എന്ന് വിളിച്ചാലും ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ട റെസ്പോൺസ് തന്നുകൊണ്ടിരുന്നതാണ്. സരിഗമപ്പ ചെയ്യുമ്പോൾ മുതൽ ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാലിക്കറ്റുകാർ. കലയും കലാകാരന്മാരെയും ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിലേക്ക് വന്ന് ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ സിനിമയുടെ താങ്ക് യു ബേബി 21 ഗ്രാംസിനെ നിഖിൽ നാരായണനെ വിളിച്ചതിന് ശേഷം ഞാൻ വിടാതെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് എനിക്ക് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാര്യം ടെലിവിഷൻ സ്ക്രീനിൽ സരിഗമപ്പ അങ്ങനെ 1-2 ഷോസിലൂടെയൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ സിനിമയെപ്പറ്റി പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞു സിനിമ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട് വലുതാക്കേണ്ട സിനിമ ഓഗസ്റ്റ് 8-ാം തീയതി റിലീസാകുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞായിരുന്നു ബിബിൻ ചേട്ടൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് മേടിച്ച റോളാണ്. ഞാൻ പറഞ്ഞതൊക്കെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എന്താ പോലെ എന്നാ ഞാൻ പറയുന്നില്ല. വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് എപ്പോഴൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും സ്ക്രീനിൽ വരുമ്പോഴായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്ന ഫുൾ കലിപ്പനെന്നാണ് മനസ്സിലായത്. എന്റെ ശക്തമായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരീനെ അടിച്ചു വെക്കാറും ജീവച്ചേട്ടനാവുന്നതാണ്. ആണോ? കാണാൻ വൃത്തിയുള്ള നാറിയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണ്. ഇതിൽ നമ്മുടെ സിനിമ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചെറിയ ത്രില്ലർ മൂഡുണ്ട്, അഡ്വഞ്ചറാണ്, റൊമാൻസ്. അത് പിന്നെ റംസാന് മാത്രം. ബാക്കിയുള്ള അടി പിടി ചവിട്ട് കുത്തൊക്കെ ഞങ്ങൾക്ക് മാത്രം. നമ്മുടെയൊക്കെ മോൻ കാണുമ്പോൾ നമ്മൾ ഓരോ പ്രൊമോഷന് പോകുമ്പം നമ്മുടെ ഡയറക്ടർ പറയും ഇത് നമ്മുടെ ഈ സിനിമയിൽ എല്ലാ ജോണറും ഉണ്ടെന്ന് എടുത്തെടുത്ത് പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സോടെ ആണെങ്കിലും നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു നായകൻ വളർന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. നമ്മളെ ചവിട്ടിയിട്ടാണെങ്കിലും ഒരാൾ ഇൻഡസ്ട്രി രക്ഷപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാനാണ് ആസ് ആൻ ആക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വിനയം വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവിടെ? ആ മുഖത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. ആ വിനയം നമുക്കൊന്ന് ഫോക്കസ് ചെയ്തെടുക്കാം. ഓക്കെ, എനിവേസ് അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ചവിട്ടുപടിയാവട്ടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. ഒരുപാട് മൂവീസ് വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ, അവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയി പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കാണാൻ. ഞങ്ങളുടെ ഓണം മൂഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ തന്ന സ്വീകരണം, സന്തോഷമാക്കി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം, ഇന്ന് നമ്മുടെ ഇമ്പാച്ചി പാടി പോക്കറ്റിലേക്ക് എന്ന് പറഞ്ഞ പാട്ട് റിലീസായിട്ടുണ്ട്. അടിതിരിഞ്ഞ് പാട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന് തന്ന സ്നേഹം നിങ്ങളെല്ലാവരും തരണം. ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ ദിവസമാക്കി മാറ്റണം. ഏതൊരു കലാകാരനും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അവരുടെ ദിവസമാകാനാണ് ഇഷ്ടം. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു കാലിക്കറ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരാള് ഏതൊരു ക്യാരക്ടറായിട്ട് സിനിമയിൽ വന്നാലും ഒരു സീനിൽ വന്നാലും നമ്മൾ ഒത്തിരി വിശ്വസിപ്പിക്കുന്നത് ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്.
സംസാരിച്ചോട്ടെ. അപ്പോൾ ഒരു പാട്ട് ഹിറ്റായതിനു ശേഷം ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് വലിയ സന്തോഷമാണ്. അപ്പോൾ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. ഇതൊരു കളർഫുൾ എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you so much. And ഇനി നമുക്ക് ചെസ്സയ്ക്ക് മൈക്ക് പാസ് ചെയ്യാം. One of the best beautiful actors that we have in Malayalam industry, Tessa. Thank you so much. Hello Calicut. Hello. ആദ്യം തന്നെ നിങ്ങളോടെല്ലാം ഒരു ബിഗ് താങ്ക് യു. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ടൈമാണ്. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മൂവി റിലീസ് ചെയ്യുകയാണെന്ന്. പലതവണ ഡേറ്റ് പറഞ്ഞു. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നാ ഡേറ്റ്? എക്സാക്ട്ലി 8th. അപ്പോൾ 8th നിങ്ങൾ എല്ലാവരും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 8th എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണണം. പിന്നെ നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അതിൻ്റെ റീലൊക്കെ ചെയ്തു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ കാലിക്കറ്റ്. താങ്ക് യു. ലവ് യു ഓൾ. Thank you so much. ഇനി അടുത്തൊരു ഓൾ ഇൻ ഓൾ പെർഫോമറെ നമുക്ക് വെൽക്കം ചെയ്താലോ? കണ്ടന്റ് ക്രിയേറ്റർ, റേഡിയോ ജോക്കി, വീഡിയോ ജോക്കി, ആക്ടർ. Here we have. അതെ അത് തന്നെ വർഷ. അപ്പുറത്ത് നോക്കിയിട്ട് എന്നെയാണോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു എവിടുന്ന് ആരെയോ പറയണത്. അപ്പം ഓക്കെ. സോ ഹലോ, എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് കുറേ നേരം ഞാൻ ആലോചിച്ചു. സ്ഥിരം ഡയലോഗ് തന്നെ പറയാമെന്ന് ചോദിക്കുന്നു. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട് കോഴിക്കോടാണ്, മീൻചന്തയിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി വെക്കേഷനൊക്കെ വന്ന് വളർന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നേ? സുഖമല്ലേ എല്ലാവർക്കും? ഉഷാറ് കുറവുണ്ട്. ഞാൻ പൊതുവേ കോഴിക്കോട് കണ്ടിട്ടുള്ള ക്രൗഡിൻ്റെ ശബ്ദം ഇതല്ല. ഇവർ കുറച്ച് പേരൊക്കെ എറണാകുളത്തു നിന്നും അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഈ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ശബ്ദം ഒന്ന് കേൾപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല എന്നാണോ പറയണേ? ഇല്ല സാറ്, കുഴപ്പമില്ല. എനിവേ, അപ്പം August 8 ഞങ്ങളുടെ സിനിമ ഇറങ്ങുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമയെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് ശരിയല്ലല്ലോ. വർഷ നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു എനർജി ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ എന്താ മിണ്ടാണ്ടിരുന്നേ? വർഷ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒച്ചത്തിൽ ഒച്ച വയ്ക്കും. കാരണം കുറച്ച് മുമ്പ് ഒരു നല്ല ഒച്ച ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ചോദിച്ചേ. ഞാൻ ഒരു തവണ വെച്ചപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാം ഇവരെല്ലാവരും ഒച്ച വയ്ക്കും. നല്ല ശബ്ദത്തിലൊരു ഹായ് തിരിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഹലോ. Amazing. All right. So now we have the beautiful Jayashree. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ സാഹസം ടീമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പല ട്രാക്സിൻ്റെ നിങ്ങളിപ്പോൾ ട്രെയിലറും സോങ്ങും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ തന്ന സപ്പോർട്ടും ഇതിനുണ്ടാവും, ഈ സിനിമയ്ക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും August 8 തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, എല്ലാവരും പറഞ്ഞ പോലെ. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഹരിക്ക് മൈക്ക് പാസ് ചെയ്യാം. യെസ്, ഹിയർ വി ഹാവ് ഹരി. ഹരിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കണം. ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഹരിയാണ്. ഹരി, കോഴിക്കോട്ടുകാര് ഹരിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുകയാണ്. ഹലോ, ഇത്രയും പേരൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പറയണതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ബിപിൻ ചേട്ടനോടും അതിനുവേണ്ടി കയ്യിലെ കാശ് മുടക്കി ഇറങ്ങിയ ചേട്ടനോടും ആദ്യം നന്ദി. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പപ്പൻ എന്നാണ്. ഈ പടം നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ കുറച്ച് കെയോസ് ഒക്കെ നിറഞ്ഞ ഒരു എൻ്റർടൈനറാണ്. നിങ്ങൾ ഇത്രയും പേരെല്ലാം ഒരുപാട് പേര് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പടത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും 8-ാം തീയതി പടം പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത്ര എനിക്ക് പറയുള്ളൂ. താങ്ക് യു. Thank you very much. And yes, it's time for Karthik.
എനിക്കൊരു മാളിൻ്റെ നടുക്കുന്ന എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല. സാധാരണ ഞാൻ മാളിലൊക്കെ വന്ന് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ വില നോക്കിയിട്ട് തിരിച്ചു പോകാറാണ് പറ്റും. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതി ഇനി എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയില്ല. പക്ഷേ ഓഗസ്റ്റ് 8-ാം തീയതി ആയതുകൊണ്ട് ഞാനും പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ലോകമാണ്. അപ്പോൾ കുറേ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ എൻ്റെ പ്രായത്തിലുള്ളവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം മിസ്സാവാണ്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഡാൻസ്. യെസ്, ഡാൻസ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കോഴിക്കോടുകാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീൻ പാട്ടിറങ്ങുമ്പോൾ അടിപൊളിയായി, സിനിമ ഇറങ്ങുമ്പോൾ തൂക്കോ? എനിക്കൊന്ന് ജീവച്ചേട്ടനാണ് ഏറ്റവും എനർജറ്റിക്കായിട്ടാണ് ആൻസർ പറഞ്ഞു. പിന്നെ തൂക്കണ്ടേ? സഹല അല്ലേ? ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കണ്ടാ തൂക്കും. ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കാണുമോ? കണ്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയുമോ? ശക്തിക്ക് പറ. അങ്ങനെയാണ് ഞങ്ങൾ തൂക്കിയിരിക്കും. സാഹസം എന്നാണല്ലോ ഫിലിമിന്റെ പേര്. അപ്പോൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സാഹസം എന്നാണ്. ഇനി അവസരം ഒത്തു വന്നാൽ അത് വീണ്ടും ചെയ്യുമോ? ഇനി അവസരം ഒത്തു വന്നാൽ ചെയ്യില്ല. ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊരു ഗേൾഫ്രണ്ട് ആണ് കാലിക്കട്ട്. അപ്പോൾ വീട്ടിൽ പറയാതെ ആ കുട്ടികളോട് കാലിക്കട്ട് ട്രെയിനിൽ വന്ന ഈ ജീവിതത്തിൽ എനിക്ക് ആ സാഹസം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു സാഹസം വീട്ടിലിരിപ്പുണ്ട്. അത് നന്നായി. ഓക്കെ, വേറെ ഒന്നും കിട്ടില്ലല്ലോ ചോദിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ആ പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞു. എൻ്റെ പേര് മോഹൻ ആണ്. മോഹൻ. ഓക്കെ. റംസാനോടാണ് ചോദിച്ചത്. റംസാൻ, മറ്റേ ഏത് മൂട് പാട്ട് ലാസ്റ്റിൽ ഒരു സഞ്ചി കാണിക്കുന്നത്, അത് എന്താ സംഭവം എന്നൊന്ന് പറയാമോ? ആ സഞ്ചിക്കുള്ളിൽ എന്താണ്? അതാണ് കഥ. അല്ല, അത് ആക്ച്വലി നമ്മൾ ഈ സോങ് ഒക്കെ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു കഥയിൽ എന്തെങ്കിലും എലമെന്റ് നമ്മൾ പ്രൊമോ സോങ്ങിൽ ഇറക്കണം എന്നുള്ളത്. കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വീണ്ടും ആ ഒരു സോങ് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ ഒരു സഞ്ചി വന്നു, എന്തുകൊണ്ട് ജീവിയുടെ എക്സ്പ്രഷൻ അങ്ങനെ വന്നു, എന്തുകൊണ്ട് സച്ചിൻ ചേട്ടൻ മാവേലിയായിട്ട് വന്നു, എന്തുകൊണ്ട് ഞാൻ ഹരിയെ കോളർ കയറി പിടിച്ചു, എന്തുകൊണ്ട് ഞാൻ ഗൗരീനെ കൊണ്ടുപോയി എന്നുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ അതിൻ്റെ ചെറിയ ചെറിയ എലമെൻ്റാണ് ഞാൻ ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സഞ്ചിയിൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പ്രൊഡ്യൂസറൊക്കെ ഇടിക്കും. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സഞ്ചിയിൽ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും ചോദിച്ചു വെക്കാനുണ്ടോ? ക്വിക്ക്ലി പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, അവിടെ നിന്ന് ഒരാൾ കൈ വെക്കുന്നുണ്ട്. നമുക്ക് ആ മൈക്ക് ഒന്ന് പാസ് ചെയ്യാം. എന്നെ പോലൊരു വ്യക്തിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാൻസാണ്. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ് എ ഡാൻസറാണ്. അതിൽ നിന്ന് കുറച്ച് മാറി ചെയ്തതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ ശ്യാം എന്നുള്ളൊരു കഥാപാത്രം ചെയ്തു. അതിന് ഒരു ഡാൻസിൻ്റെ എലമെൻ്റ് ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെപ്പോലുള്ള ഒരാളെ വെച്ചിട്ട് ഇത്രയും ലീഡായിട്ടുള്ള ക്യാരക്ടർ എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഒരു സാഹസമാണ്. അവർക്കാണ് ശരിക്കും അതൊരു സാഹസം എന്നെ വെച്ച് പടം ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ 100% ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിനും ഡയറക്ടർ എന്താണോ പറയുന്നത് അത് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാഹസമല്ല, ഞാൻ എല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്. കാരണം ഇതൊക്കെ എൻ്റെ തുടക്കമാണ്. ഇവിടെ ഞാനിപ്പോൾ സാഹസമായിട്ട് ഒന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. താങ്ക് യു. That's a great answer. Okay, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? Any questions? ഓക്കെ, നമുക്ക് സമയം വളരെ കുറവാണ്. ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ മൂവ് ആവും. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ആ,
വെച്ചു എന്നാണ് പറയുന്നത്. അല്ല, ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട് ഇതിൻ്റെ അത്, കോമഡിയും ഉണ്ട്. നിങ്ങൾ ചിരിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അങ്ങനെ ഒരു അതൊരു സെലിബ്രേഷനാണ്. നമ്മൾ ഓണം പാട്ട് എന്നുള്ള രീതിയിലാണ് ഓണം മോഡ് എന്നുള്ള പാട്ട് ചെയ്തത്. പടത്തിലുണ്ട്, അങ്ങനെ ആയിരിക്കില്ല, വേറൊരു ഇതായിരിക്കും പടത്തിൽ വരിക. അപ്പോൾ അതൊരു സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സെലിബ്രേഷൻ വൈബ്, അതിൻ്റെ ഇടയിലാണ് റംസാൻ്റെ ബ്രില്യൻസ്. കഥ പറഞ്ഞിട്ടുണ്ട്, സഞ്ജീവും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിനിമയിൽ ഓഫ് കോഴ്സ് ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കോമഡിയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചോദിക്കാം. എവിടെ സ്ട്രെയിറ്റ്? യെസ്, ഇവിടെ സ്ട്രെയിറ്റ് ആരോ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ചേട്ടൻ്റെ മൈക്ക് വരാം. ഇപ്പോൾ ഇവിടെ യെസ് രവിയാ. ഹലോ, റംസാനോടാണ് ക്വസ്റ്റ്യൻ. റംസാനെ ബിഗ് ബോസിലുള്ള ടൈമിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പങ്കാളികളെ കൊണ്ട് വരെ ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നിരാശയായിരുന്നു. അതുപോലെ ഈ പാട്ട് അടിപൊളിയാണ്. ഈ പടം കാണുമ്പോൾ അതേപോലെ നിരാശപ്പെടുത്തോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരിക്കലില്ല, കാരണം ഈ സിനിമയ്ക്ക് അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും കണ്ട എല്ലാവരും അത്രയും ഔട്ട്പുട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷ എന്തായാലും സിനിമയ്ക്കുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഓഫ് കോഴ്സ് അവിടെ കയറുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നമുക്ക് എത്രയും സ്നേഹം കിട്ടും അത്രയും തന്നെ ശത്രുക്കളും നമുക്ക് ഉണ്ടാവുന്ന എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. പുറത്തുള്ള ഓഡിയൻസ് ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ബിഗ് ബോസിൽ ഞാൻ എന്തിനാണ് പോയത്, എന്ത് ലക്ഷ്യത്തോടെയാണ് പോയത്, അത് ഇപ്പോഴും ഞാൻ വന്ന് നിൽപ്പുണ്ട്. കാരണം ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് ഞാൻ ഭീഷ്മപുരം അത് കഴിഞ്ഞ റൈഫിൾ ക്ലബ്ബ് ഓഫീസർ ഡ്യൂട്ടിയൊക്കെ ചെയ്തത്. സോ അറ്റ് ദ എൻഡ് എനിക്ക് തോന്നുന്നു ഇതിലൂടെ ചേട്ടൻ കുറച്ചുകൂടി ഹാപ്പി ആവുമായിരിക്കും. താങ്ക് യു. That's a great answer actually. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ കൂടി അവിടെ ആ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ കൈമുക്കിയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് മൈക്ക് പാസ് ചെയ്യാം. The last question. കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. പാട്ടും കൂടി ഇവിടെ റിലീസ് ചെയ്യാനുണ്ട്. സോ വി ആർ ഡു ഇറ്റ് റൈറ്റ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആ പാട്ടിനെ പറ്റി പറഞ്ഞ് അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് നമുക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ബട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി അമേസിംഗ്. തീർച്ചയായും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ബിപിൻ ചേട്ടൻ അദ്ദേഹത്തെ വിളിക്കാം. എനിക്കൊന്ന് അദ്ദേഹത്തെ കൂടെ തന്നെ ചെയ്യിക്കാം അല്ലേ? യെസ്, അതെ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറാം. ഈ ഇറങ്ങാൻ പോകുന്ന നമ്മുടെ പാട്ടിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു മ്യൂസിക്, ആ ഒരു പാട്ട് ഇവിടെ ലോഞ്ച് ചെയ്യാം. ഓക്കെ, ഇതൊരു ഇലക്ട്രോ ഒരു ട്രാൻസ് മൂഡിലുള്ള ഒരു ട്രാക്കാണ്. ഇത് സിനിമയിൽ വളരെ ഉദ്യോഗജനകമായ ഒരു സമയത്താണ് വരുന്നത്. ഇമ്പാച്ചിയാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫീമെയിൽ വോക്കലുണ്ട്, അത് ഭദ്ര. ലിറിക്സ് ഇംഗ്ലീഷ് ലിറിക്സും ഇമ്പാച്ചി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കേൾക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പാട്ടിന് ആക്ച്വലി നമുക്കൊരു പേരിട്ടിട്ടുണ്ട്. ഈ പാട്ടിന്റെ പേര് കൊക്കഡലിക് എന്നാണ്. അത് ഒരു കൊക്ക് എന്ന് പറയുന്ന പരിപാടി അതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ സൈക്കഡലിക് ട്രാൻസ് ആണ് എൻ്റെ ഒരു ജോൺ. ഓക്കെ, അങ്ങനെ അതിന്റെ കമ്പനിയുടെ കൊക്കഡലിക് എന്നുള്ള പേര്. കൊക്കഡലിക്. ഓക്കെ, പറയാൻ തന്നെ കുറച്ച് സമയം. കൊക്കഡലിക്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ സോങ് കൊക്കഡലിക് പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും താഴെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓഡിയൻസിന് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതിനുശേഷം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി
ഒളിച്ചു വെക്കുക ഒരു സാഹസമായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി. പൊളിക്കാണ്ടിയല്ലേ? എത്ര പേരുകൾ സാഹസം ഫസ്റ്റ് ഡേ തന്നെ കാണും? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൈവക്കോ? അവിടെ കാണും. കൈവക്കോ? ഇതിന്റെ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? പാട്ട് എങ്ങനെയുണ്ടല്ലോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. കാരണം മ്യൂസിക് ഡയറക്ടർ വിപിൻ ബ്രോയാണ്, വിപിൻ അശ്വറാണ് ഇരിക്കുന്നത്. വിപിൻ ബ്രോ ഒരു കയ്യടി കൊടുക്കോ? ഒന്ന് എഴുന്നേറ്റ് കാണിക്കോ? കാരണം എല്ലാവർക്കും സിംഗേഴ്സിനെ അറിയാം, മ്യൂസിക് ഡയറക്ടേഴ്സിന് വലിയ പരിചയം ഉണ്ടാവില്ല. പൊളിക്കാടിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്നാ എന്റെ സ്റ്റേജിന്റെ സെറ്റ് ചെയ്താലോ? ഡെക്കും തീർച്ചയായിട്ടും നമുക്ക് ഒന്നും അറിയാം. കാരണം നമ്മള് സ്നേഹം 1% കൊടുത്ത് അത് അവർ 1000 ഇരട്ടിയാക്കി നമുക്ക് തിരിച്ചു തരും. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഫുഡ് ലഭിക്കുന്നത് കോഴിക്കോടാണ്. ഞങ്ങളും ടീം കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഷൂസ് ഉള്ളപ്പോൾ ഞങ്ങളുടെ സൈസ് ഇത്തിരി കൂടാറുണ്ട്. ഫുഡ് കഴിച്ച് അപ്പോൾ ഫുഡ് കഴിപ്പിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലിക്കട്ട് തന്നെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു റാപ്പ് എന്ന് പറയുന്ന ആളുകൾ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾക്ക് തുടക്കം കുറിച്ച ഒരാളാണ് ഫെജോ. ഐ തിങ്ക് ഹീസ് ആർ കേരളാസ് ഗള്ളി ബോയ് അല്ലേ? റൈറ്റ്? യെസ്. അപ്പോൾ ഇറ്റ്സ് വെരി ഹാപ്പി മൊമെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും. സോ അധികം ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല. നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ റൈറ്റ്, താങ്ക് യു വെരി മച്ച് എവരിവൺ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. ബിക്കോസ് ഹി ഈസ് ഗോണ ബി ഹിയർ സിംഗിങ് ഫോർ യു ഓൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എനർജിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിസ് ഇസ് ഫ്രണ്ട് പ്രൊഡക്ഷൻ ഇൻ അസോസിയേഷൻ വിത്ത് ജിഞ്ചർ മീഡിയ പ്രസൻസ് സാഹസം ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് സ്പോൺസർഡ് ബൈ ഞാൻ ആക്ച്വലി ബീറ്റ് ബോക്സറാണ്, ഡെക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ ആക്ച്വലി എല്ലാവരും ഇവിടെ ഉണ്ട് കോഴിക്കോട്. ഞങ്ങൾ സൗണ്ട് ചെക്കിന് മുന്നേ വന്നായിരുന്നല്ലോ. ഒരു വന്ന ടൈമില് ആൾക്കാർ എന്നാലും ഭയങ്കര കവറപ്പായിരുന്നു. പക്ഷെ ഇത് ഇത്രയും എക്സ്ട്രീം ഫുള്ള് നടന്നില്ല. ഞാൻ ആദ്യത്തെ ഹൈലൈറ്റ് മാളിൽ വന്നത് പൊളി വനായിരുന്നു. നമുക്ക് പിടിച്ചു തുടങ്ങിയാൽ അടിച്ച് പിടിക്കാം. അപ്പൊ കോഴിക്കോടുള്ള ഇന്നാട്ടിലെല്ലാ നാട്ടുകാർക്കും വേണ്ടി എടുക്കിയൊരു ട്രാക്ക് പാടാം. ഓക്കെ. നാടേ നാട്ടാരേ കേൾക്കുന്നുണ്ടോ? നാടേ നാട്ടാരേ കേൾക്കുന്നുണ്ടോ? ഞാൻ കയ്യിൽ നോക്കാൻ പറ്റുമോ? ബേസിക്കലി റാപ്പറാണ്, സിംഗർ. സാധ്യതകൾ വളരെ കുറവുള്ളൊരു സ്ഥലമാണ് റാപ്പിംഗ് എന്ന് പറയാം. പക്ഷെ 2025 ന്യൂസിലത് ജസ്റ്റിൻ വർഗീസാണ് എന്നെ പിടിച്ച് സിംഗർ ആക്കിയത്. അപ്പോൾ ഈ കൊല്ലത്തിൻ്റെ 4ാമത്തെ പാട്ടാണ് ഓണം മോള്. എനിക്ക് തോന്നുന്നു 4 പാട്ട് ഞാൻ പാടി റാപ്പ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിന് തുടക്കം കുറിച്ച ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ട്രാക്ക് പാടിയത്. ആ പാട്ടറിയോ? ഹാർട്ട് അറ്റാക്ക്.
സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ മാള് കാരണം ചിലപ്പോൾ ഇടിഞ്ഞു വീഴുന്നുള്ള പേടി കാരണമായിരിക്കാം. അതുപോലെ എനിക്ക് കുറെ പേര് ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. എനിക്ക് നമ്മുടെ സോങ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റാറ്റസ് ആയിട്ട് കാണണ്ട. നിങ്ങളത് എൻജോയ് ചെയ്ത് വീട്ടിൽ പോയി മനസ്സിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി. റെഡി അല്ലേപ്പാ? ഹാർട്ട് അറ്റാക്ക് പിടിക്കാം. ഒരുമിച്ച് പിടിക്കല്ല. വാ, ഓക്കെ, പിടിക്കാം. ഫുൾ ആവേശം, ഫുള്ള്. എനിക്ക് ഈ ആവേശം ത്രൂ ഔട്ട് സോങ്ങിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനുള്ള സാഹസം കൂടെ ഉണ്ടോ നിങ്ങൾക്ക്? വാ, പക്ഷെ മാളാണ് അതിൻ്റെതായിട്ടുള്ള ആംബിയൻസ് മനസ്സിലാവും. എന്നാലും ഹാപ്പി അല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ കുറെ നേരം ട്രാക്ക് കേട്ടു, കുറെ ബീറ്റ്സ് ഒക്കെ കേട്ടു. ആക്ച്വലി ഇനി കേൾക്കാൻ പോകുന്നത് എൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ആക്ച്വലി 100% ഹ്യൂമൻ വോയിസ് ആണ്. ചെറിയ സാമ്പിൾ കാണിക്കാം ഞാൻ എന്താണ് ചെയ്യുന്നത്.
ഇതാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത്. എന്നെ ഇവിടെ എത്ര പേർക്കറിയാം, പണ്ട് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് റിയാലിറ്റി ഷോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം ഫുള്ള് ഈ മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് വന്നതാണ്. അത് കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഡൗട്ടുള്ളവരുണ്ടോ ഇങ്ങനല്ലേ എന്നാ എഴുതിയ ഒരു ടെസ്റ്റിങ്ങിന് ഒരു സാധനം കൂടി കൊടുക്കാൻ പറ്റുമോ? ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. പാ എന്ന് പറഞ്ഞ അക്ഷരം കുറച്ച് ഫോഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കേട്ടോ. തുപ്പല്ലേ സാ പറഞ്ഞു കഴിഞ്ഞാൽ ക, ഇത് ഫോഴ്സിൽ മനസ്സിൽ പാസ കാസ. മൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ചും കൂടെ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ പ്രാക്ടീസിലൂടെ അങ്ങനെ കിട്ടും. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എനിക്ക് സിനിമയിൽ ഏതെങ്കിലും ബീച്ച് ചെയ്യാൻ പറ്റുമോ? മമ്മൂക്ക ഫാൻസ് ഉണ്ടോ? മമ്മൂക്ക ഓക്കെ, മമ്മൂക്ക ഒരു മാസമാണ് മമ്മൂക്ക അത് പിടിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ എനിക്ക് കുറേ സിനിമ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ബിഗ് ബി. ഓക്കെ, ഗോപി സുന്ദർ. അപ്പം അതിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ പുള്ളിക്കാരൻ എൻ്റർ ചെയ്യുമ്പോൾ ഇതേ കണക്ക് തന്നെ ഭീഷ്മപർവം സുശീലിന്റെ മ്യൂസിക്. അതില് DJ ഒക്കെ റെഡിയാണോ? കേൾക്കാൻ സാധനം വരട്ടെ. ഒരു കോമഡി മൂവിനെ ചെയ്യാൻ പറ്റുമോ? കോമഡി മടി ആട് സിനിമ ഉണ്ടല്ലോ, സർബത്ത് ഷിബറിന് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ മാത്രം ആട് 3 ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീറ്റ് ബോക്സ്. ചേട്ടാ സർബത്ത് ഷിബർ എൻ്റർ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഞാൻ തൊണ്ട കൊണ്ട് ചെയ്യാണ്, തെറ്റുകുറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കേരളക്കരയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബീറ്റ് ബോക്സറാണ് ആദർശേടി. റാപ്പിനുണ്ടാകുന്ന ഒരു ഉയർച്ച ബീറ്റ് ബോക്സിലെത്തി അതിന്റെ ലീഡിങ് മുന്നിൽ നിൽക്കേണ്ട ആളാണ് നമ്മുടെ സ്വന്തം. പിന്നെന്താ ലാസ്റ്റ് ആയിട്ട് നമ്മളൊക്കെ കാറിനും ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കാറിന് അതിന് ഡീസി ഇടുക, ഇതേ സമയം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അകത്ത് ഡീസി പ്ലേ ചെയ്യണേ, പക്ഷെ എന്തായിരിക്കും സൗണ്ട് വ്യത്യാസം. കറക്റ്റാണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി. റാപ്പ് കേട്ട് ബീറ്റ് ബോക്സ് രണ്ടുകൂടെ ഒരുമിച്ച് കേൾക്കാൻ റെഡിയാണോ? കോഴിക്കോട് ഞാനൊരു റാപ്പ് ചെയ്യാം, അതിനനുസരിച്ച് ബീറ്റ് ബോക്സ് ചെയ്യാൻ പറ്റുമോ? തെക്കു നിന്ന് വരും ദൈവത്തിന്റെ സ്വന്തം പട്ടികൾ കടന്നു കയറും നിലമിട്ടും നേടും വിട്ടും വിജയം കടന്നു ഒരു മല നട്ടും നഗരത്തിൽ പടും നമ്മുടെ 2 ചെറിയ കുട്ടികളവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഫെജുവിന്റെ പാട്ടിനൊപ്പം നമ്മുടെ സ്റ്റാർസിനൊപ്പം ഒന്ന് ചൂട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിളിച്ചാലോ? നല്ലൊരു കൈയ്യടി എടുക്കുമോ? ചെറിയ എന്താണ് മോളുടെ പേരെന്താണ്?
ഷെരീഫ 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 എന്നാണല്ലേ? ആ കൂടെ വന്ന ചേച്ചിയാണോ? അല്ല, കൂടെ ആരെങ്കിലും പെർഫോം ചെയ്യാന്ന് പറഞ്ഞായിരുന്നോ? ഡാൻസ് കളിക്കാന്ന് പറഞ്ഞായിരുന്നോ? ആരെങ്കിലും പറ്റിച്ചോ? ഇല്ല. എന്നാ പിന്നെ ഇവരെല്ലാവരും യെസ്, നമുക്ക് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ആൾക്ക് നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. പേരെങ്ങനെ? റെയ്ഹാൻ. റെയ്ഹാന്റെ മുഖത്ത് എന്താ പറ്റിയത്? ആരോ ഇടി കൂടിയത്? നീ വെറുതെ ഇടി നടന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 3 പേരായിരിക്കും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനൊപ്പം ഡാൻസ് കളിക്കുന്നത്. ആൻഡ് ദി സ്റ്റേജ് ഈസ് ഓൾ യോഴ്സ്. യെസ് എന്നാ എല്ലാവർക്കും വരാൻ പറ്റുമോ നമ്മുടെ ഓണം മൂട് പാടാൻ? യെസ് ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ. എന്നിട്ട് നമുക്ക് അവരെ കൂടെ വിളിക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പം തുള്ളാൻ റെഡിയല്ലേ? കൂടെ തുള്ളാൻ റെഡിയല്ലേ? കൂടെ തുള്ളി തന്നെ ആയിക്കോട്ടെ എന്നാ. യെസ്, എന്നിട്ട് നമുക്ക് ഓണം മൂടലുണ്ട്. പൊളിക്കാൻ റെഡിയല്ലേ കാണിക്കാൻ? എന്ത് ഞാൻ പറഞ്ഞപ്പോ ആഹാരം സ്നേഹം കൊണ്ട് സ്നേഹവും ആവേശമൊന്നും ഇല്ലല്ലോ. വരട്ടെ ഇതാണ് എനിക്ക് വേണ്ടത്. ചിന്താടമണിയിൽ തൂളി കയറി സ്വാർത്ഥ പുറകെ ലോകമോടി വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും ചുട്ടുപൊള്ളി വരും ഭൂമി നഗരമിനി. സപ്തസ്വരങ്ങളെന്ന് വാക്കിൽ സപ്തസ്വരങ്ങളുടെ ഭാവത്തിൽ വിരിയുന്നു. അവന്റെ ക്ലാസ്സിൽ ടീച്ചർ വെച്ചാൽ ഇങ്ങനെ തന്നെ പറയുന്നത്. അല്ലല്ല, ഈ കൂടത്തുള്ള ലിറിക്സ് പഠിച്ചൊരു ഉപകാരമുണ്ട്. നമുക്ക് നവരസങ്ങൾ പഠിക്കാം. സിംഗാരം രൗദ്രം വീരം ഭയാനകം കരുണം ബീഭത്സം അത്ഭുതം ശാന്തം ഹാസ്യം ഏകാക്കിയാണെങ്കിലും കടാക്ഷം മുന്നിലെ ദാസ്യം. എനിക്ക് തോന്നുന്നു ഈ നവരസങ്ങളെല്ലാ ഇമോഷൻസ് ഉള്ള സിനിമയും കൂടി ആയിരിക്കും സാഹസം, അല്ലേ? അടിപൊളി. അപ്പൊ കൂടത്തുള്ള റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. പിടിച്ചോ പോയി തുള്ളൂലേ. എനിക്കാരുണ്ടിവിടെ പാസം ഞാൻ Yes, okay. Paadi thorkkunnu, avarettuന്നു. Ningaloppan dance
അപ്പൊ എന്തായാലും ഈ ഒരു ഹൈലൈറ്റ് ഒരു കോൺസേർട്ട് ഗ്രൗണ്ട് ആക്കി മാറ്റിയ നമ്മുടെ സ്വന്തം ഫ്രഞ്ച് give it up for French Matrimony, come on. And also, yes, here we have the one and only ആദർശ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദർശിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ബീറ്റ് ബോക്സിംഗ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ you can contact ആദർശ്. It was a wonderful show and thank you so much. അപ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതിയാണ് നമ്മുടെ മൂവി തിയേറ്ററിൽ ഓഗസ്റ്റ് 8-നാണ് നമ്മുടെ മൂവി തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ട് മൂവി കാണുക. once again thank you so much. I think ജീവൻ ചേട്ടന് എന്തോ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങൾ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ പോയി അത് സാഹസം കാണണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.